വെൽക്കം ടു വൈൽഡ് മേലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം തൊഴിൽ വാർത്തയുടെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ എത്രാമത് എഡിഷനാണ് ഫെബ്രുവരി 10 മുതൽ 14 വരെ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്നത്? 15ാമത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ എത്രാമത് എഡിഷനാണ് ഫെബ്രുവരി 10 മുതൽ 14 വരെ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്നത്? 15ാമത്. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി. ടീമിന്റെ പേരെന്താണ്? ഗാനറ്റ്സ്. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി. ടീമിന്റെ പേരെന്താണ്? ഗാനറ്റ്സ്. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നതെവിടെയാണ്? പാരീസിലാണ്. അധ്യക്ഷ പദവി വഹിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നതെവിടെയാണ്? പാരീസിലാണ്. അധ്യക്ഷ പദവി വഹിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും കൂടിയിട്ടാണ്. 2026 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2026 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. ബാർട്ട് ഡേ വേവർ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ബെൽജിയം. ബാർട്ട് ഡേ വേവർ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ബെൽജിയം. ഇന്ത്യയിൽ ആദ്യമായി വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? മധ്യപ്രദേശിലെ രേവയിലെ ഗോവിന്ദ്ഗഡില്. ഇന്ത്യയിൽ ആദ്യമായി വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ രേവയിലെ ഗോവിന്ദ്ഗഡില്. ലോക റേഡിയോ ദിനം എന്നാണ്? ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം എന്നാണ്? ഫെബ്രുവരി 13. 2025 ലോക റേഡിയോ ദിനാചരണ വിഷയം റേഡിയോ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2025 ലോക റേഡിയോ ദിനാചരണ വിഷയം റേഡിയോ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. UN റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നാണ്? 1946 ഫെബ്രുവരി 13. UN റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതെന്നാണ്? 1946 ഫെബ്രുവരി 13. US-ന്റെ പ്രത്യക്ഷ സഹായമില്ലാതെ നാറ്റോ സഖ്യം 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 6 ആഴ്ച നീണ്ട സൈനിക അഭ്യാസം നടത്തി. അഭ്യാസത്തിന്റെ പേര് സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 25. ബൾഗേറിയ, റൊമാനിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലായാണ് സൈനിക അഭ്യാസം നടന്നത്. US-ന്റെ പ്രത്യക്ഷ സഹായമില്ലാതെ നാറ്റോ സഖ്യം 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 6 ആഴ്ച നീണ്ട സൈനിക അഭ്യാസം നടത്തി. അഭ്യാസത്തിന്റെ പേരെന്താണ്? സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 25. ബൾഗേറിയ, റൊമാനിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് സൈനിക അഭ്യാസം നടന്നത്. US, കാനഡ, 30 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമായ നാറ്റോ സ്ഥാപിതമായ വർഷം 1949 ഏപ്രിൽ 4. US, കാനഡ, 30 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമായ നാറ്റോ സ്ഥാപിതമായ വർഷം 1949 ഏപ്രിൽ 4. അടുത്തിടെ മരിച്ച സാം നുയോമ ഏത് രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു? നമീബിയ. അടുത്തിടെ മരിച്ച സാം നുയോമ ഏത് രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു? നമീബിയ. തമിഴ്നാട്ടിലെ സേലം സെൻട്രൽ ജയിലിൽ നടന്ന വെടിവെപ്പിന് 2025 ഫെബ്രുവരി 11 എത്ര വർഷം തികഞ്ഞു? 75. തമിഴ്നാട്ടിലെ സേലം സെൻട്രൽ ജയിലിൽ നടന്ന വെടിവെപ്പിന് 2025 ഫെബ്രുവരി 11 എത്ര വർഷം തികഞ്ഞു? 75. 2025 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. 2ാം സ്ഥാനം ഫിൻലാൻഡ് ആണ്. 3 സിംഗപ്പൂർ, 4 ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 96 ആണ്. 76ാമത് ചൈന, 121ാമത് ശ്രീലങ്ക, 135ാമത് പാകിസ്ഥാൻ, 151ാമത് ബംഗ്ലാദേശ്. ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ദക്ഷിണ സുഡാനാണ്. 2025 കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. 2 ഫിൻലാൻഡ്, 3 സിംഗപ്പൂർ, 4 ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 96 ആണ്. ചൈന 76, ശ്രീലങ്ക 121, പാകിസ്ഥാൻ 135, ബംഗ്ലാദേശ് 151. ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ദക്ഷിണ സുഡാൻ. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി ഇതാദ്യമായി മാർപ്പാപ്പ ഒരു വനിതയെ നിയമിച്ചു. പേരെന്താണ്? സിസ്റ്റർ റഫേല പെട്രീന. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി ഇതാദ്യമായിട്ട് മാർപ്പാപ്പ ഒരു വനിതയെ നിയമിച്ചു. പേര് സിസ്റ്റർ റഫേല പെട്രീന. ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ് ഗ്യാനേഷ് കുമാർ? 26ാമത്.
ഇന്ത്യയുടെ എത്രാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ? 26ാമത്. 2025 ഫെബ്രുവരി 18-ന് അന്തരിച്ച കഥാകൃത്തും അധ്യാപകനുമായ ചലച്ചിത്ര പ്രവർത്തകൻ ശ്രീ വരാഹം ബാലകൃഷ്ണൻ. 2025 ഫെബ്രുവരി 18-ന് അന്തരിച്ച കഥാകൃത്തും അധ്യാപകനുമായ ചലച്ചിത്ര പ്രവർത്തകൻ ശ്രീ വരാഹം ബാലകൃഷ്ണൻ. രാജ്യത്തെ 6 ദേശീയ പാർട്ടികൾക്ക് 2023-24 വർഷം ലഭിച്ച വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ നേടിയത് BJP ആണ്. 4340.47 കോടി രൂപയാണ് ലഭിച്ചത്. രണ്ടാമത് കോൺഗ്രസ് ആണ്. 1225.12 കോടി രൂപ ലഭിച്ചു. രാജ്യത്തെ 6 ദേശീയ പാർട്ടികൾക്ക് 2023-24 വർഷം ലഭിച്ച വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ നേടിയത് BJP ആണ്. രണ്ടാമത് കോൺഗ്രസ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 2025-ലെ നിശാഗന്ധി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 2025-ലെ നിശാഗന്ധി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. 1985-ലെ രസതന്ത്ര നോബൽ ജേതാവിനെ നിശ്ചയിക്കുവാനുള്ള 5-അംഗ ജൂറിയിൽ അംഗമായിരുന്ന അടുത്തിടെ അന്തരിച്ച ബയോകെമിസ്റ്റ് ഡോക്ടർ മാധവ ഭട്ടതിരി. 1985-ലെ രസതന്ത്ര നോബൽ ജേതാവിനെ നിശ്ചയിക്കുവാനുള്ള 5-അംഗ ജൂറിയിൽ അംഗമായിരുന്ന അടുത്തിടെ അന്തരിച്ച ബയോകെമിസ്റ്റാരാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. നോബൽ സമ്മാന അർഹരെ നിശ്ചയിക്കുന്ന സമിതിയിൽ അംഗമായിരുന്ന ഏക മലയാളി ഡോക്ടർ മാധവ ഭട്ടതിരി. നോബൽ സമ്മാന അർഹരെ നിശ്ചയിക്കുന്ന സമിതിയിൽ അംഗമായിരുന്ന ഏക മലയാളി ഡോക്ടർ മാധവ ഭട്ടതിരി. 2025-ലെ ലോക പയർവർഗ ദിനത്തിന്റെ വിഷയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രോ ഫുഡ് സിസ്റ്റംസ്. 2025-ലെ ലോക പയർവർഗ ദിനത്തിന്റെ വിഷയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രോ ഫുഡ് സിസ്റ്റംസ്. ലോക പയർവർഗ ദിനം എന്നാണ്? ഫെബ്രുവരി 10. ലോക പയർവർഗ ദിനം എന്നാണ്? ഫെബ്രുവരി 10. US നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം നാടുകളിലേക്ക് അതുവരെ പാർപ്പിക്കാൻ സന്നദ്ധത അറിയിച്ച മധ്യ അമേരിക്കൻ രാജ്യം കോസ്റ്ററിക്ക. US നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നത് വരെ അതുവരെ പാർപ്പിക്കാൻ സന്നദ്ധത അറിയിച്ച മധ്യ അമേരിക്കൻ രാജ്യം ഏതാണ്? കോസ്റ്ററിക്ക. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. അന്തർവാഹിനിയുടെ പേരെന്താണ്? മത്സ്യ 6000. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. അന്തർവാഹിനിയുടെ പേരെന്താണ്? മത്സ്യ 6000. അന്തർവാഹിനി നിർമ്മിച്ചത് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ്. അന്തർവാഹിനി നിർമ്മിച്ചത് ആരാണ്? ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2023-24 വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡുകൾ. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലമാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ തൃശൂർ. 2023-24 വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലമാണ്. 2ാമത് തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ തൃശൂർ. ഏത് രാജ്യമാണ് 100 കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യന്റെ മുഖവിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതികവിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത്? ചൈന. ഏത് രാജ്യമാണ് 100 കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യന്റെ മുഖവിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതികവിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത്? ചൈന. കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഏത് ഇന്ത്യൻ താരമാണ് മാലിദ്വീപിനെതിരായ സൗഹൃദ മത്സരത്തിലൂടെ തിരിച്ചെത്തിയത്? സുനിൽ ഛേത്രി. കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഏത് ഇന്ത്യൻ താരമാണ് മാലിദ്വീപിനെതിരായ സൗഹൃദ മത്സരത്തിലൂടെ തിരിച്ചെത്തിയത്? സുനിൽ ഛേത്രി. ഏത് രാജ്യവുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ചർച്ചകൾ തുടങ്ങിയത്? ന്യൂസിലാൻഡ്. ഏത് രാജ്യവുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ചർച്ചകൾ തുടങ്ങിയത്? ന്യൂസിലാൻഡ്.
കേരള നാടക സംഗീത അക്കാദമിയുടെ 2024 ഫെല്ലോഷിപ്പ് നേടിയവർ എ. അനന്തപത്മനാഭൻ, കലാമണ്ഡലം സരസ്വതി, സേവ്യർ പുൽപ്പാട്ട്. കേരള നാടക സംഗീത അക്കാദമിയുടെ 2024 ഫെല്ലോഷിപ്പ് നേടിയവർ എ. അനന്തപത്മനാഭൻ, കലാമണ്ഡലം സരസ്വതി, സേവ്യർ പുൽപ്പാട്ട്. യുദ്ധത്തിലായിരിക്കുമ്പോൾ വിദേശികളെ തടവിലാക്കാനും നാടുകടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഏത് നിയമം ഉപയോഗിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വലൻ കുടിയേറ്റക്കാരെ എൽ സാൽവാദോറിലേക്ക് നാടുകടത്തിയത്? 1798 ഏലിയൻ എനിമീസ് എന്ന നിയമം. യുദ്ധത്തിലായിരിക്കുമ്പോൾ വിദേശികളെ തടവിലാക്കാനും നാടുകടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഏത് നിയമം ഉപയോഗിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വലൻ കുടിയേറ്റക്കാരെ എൽ സാൽവാദോറിലേക്ക് നാടുകടത്തിയത്? 1798 ഏലിയൻ എനിമീസ് എന്ന നിയമം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി ചക്രവർത്തി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി ചക്രവർത്തി സ്പിവാക്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കിയ PMIS മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കിയ PMIS മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ? ഹോളോസീൻ കാലത്ത്. കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ? ഹോളോസീൻ കാലത്ത്. അഷിത സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? M. മുകുന്ദൻ. അഷിത സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? M. മുകുന്ദൻ. ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ISRO മുൻ ചെയർമാൻ S. സോമനാഥനെ നിയമിച്ചത്? ആന്ധ്രാപ്രദേശ്. ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ISRO മുൻ ചെയർമാൻ S. സോമനാഥനെ നിയമിച്ചത്? ആന്ധ്രാപ്രദേശ്. ഏതു വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താൽപര്യമറിയിച്ചത്? 2030. ഏത് വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താൽപര്യമറിയിച്ചത്? 2030. യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത്? മഹാരാഷ്ട്ര. ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത്? മഹാരാഷ്ട്ര. 2025 ലോക വനദിന പ്രമേയം വനങ്ങളും ഭക്ഷണവും. 2025 ലോക വനദിന പ്രമേയം വനങ്ങളും ഭക്ഷണവും. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. മടക്കയാത്ര അനിശ്ചിതത്വത്തിലായതിനാൽ 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന സുനിത വില്യംസും ബാരി യുജിൻ ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. മടക്കയാത്ര അനിശ്ചിതത്വത്തിലായതിനാൽ 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന സുനിത വില്യംസും ബാരി യുജിൻ ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ താരം ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ താരം ക്രിസ്റ്റി കവൻട്രി. ഇത്തരം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.